മേജർ ഇന്ദ്രബാലൻ നമുക്കൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ പ്രതിസന്ധിയുണ്ട്. ഈ കല്ലും മണ്ണും ഉൾപ്പെടെ നിറഞ്ഞിരിക്കുന്നതാണ് പ്രതിസന്ധി. മേജർ ഇന്ദ്രബാലനിലേക്ക് അല്പസമയത്തിനോടകം തന്നെ നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം ദൃശ്യങ്ങളിൽ കാണുന്നത് ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് ഇത് വ്യക്തമാക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണിത്. അവിടെ ഡൈവിംഗ് നടത്തുകയല്ല, അവരുടെ പ്ലാറ്റ്ഫോം, അവിടെ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ക്ലിയർ ചെയ്യുകയാണ് കാണുന്നത്. ഇപ്പോൾ മേജർ ഇന്ദ്രബാലൻ നമുക്കൊപ്പം ചേരുകയാണ്. മേജർ ഇന്ദ്രബാലൻ സാർ, ഇപ്പോൾ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ മഞ്ചേശ്വരം MLA ആയിട്ടുള്ള AKM അഷ്റഫ് തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദിവസങ്ങളായി അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന, ഏകോപനം നടത്തുന്ന ജനപ്രതിനിധിയാണ് AKM അഷ്റഫ്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു പ്ലാൻ B വേണം, നിലവിലെ ഈ പദ്ധതി അനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്ന ന്യായമായ ചോദ്യം ചോദിക്കുകയാണ്. നമുക്കെല്ലാം ആ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഒരു വിദഗ്ധൻ എന്ന നിലയിൽ എന്തായിരിക്കണം പ്ലാൻ B എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങയോട് ഒന്നാമതായി ചോദിക്കാനുള്ളത്. അതിൽ മുഖ്യമന്ത്രി തലങ്ങളിലുള്ള ഇടപെടൽ വേണമെന്നാണ് MLA പറയുന്നത്. സർ, കുറച്ച് പറയുന്നത് ബിക്കോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഹിയർ ആണ്. അപ്പോ ബേസിക്കലി എന്താ ഇനി പ്ലാൻ ചെയ്യാൻ പറ്റും അതല്ലേ ചോദിക്കുന്നത്? ഹലോ, പറയൂ സാർ, കേൾക്കാം. സോ അവിടെ ഞാൻ പണ്ടേയും പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ് ഐ എം സേയിങ് ഇപ്പൊ അവിടെ ഡൈവേഴ്സിനെ അയച്ചിട്ട് ഒരു പ്രയോജനമില്ല. ബിക്കോസ് നമ്മൾ ഡൈവറിന്റെ ലൈഫ് മാത്രം റിസ്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ ഒബ്ജക്റ്റീവ് ഔട്ട്കം ഒന്നും കിട്ടാൻ പോണില്ല. കാരണം അവർ ഡൈവർ അകത്ത് പോയിട്ട് എന്താ ചെയ്യാൻ പോണ ആ പ്രശ്നം എന്റെ മൈൻഡിൽ ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അവർ പോയിട്ട് ചിലപ്പോൾ നമുക്ക് ബൈ ചാൻസ് പറയാൻ പറ്റും അവിടെ ട്രക്ക് ഉണ്ട്, ഓക്കെ അവർ പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് നെക്സ്റ്റ്? ആ ട്രക്കിനെ പുറത്തെടുക്കാതെ നമുക്ക് അർജുനന് കിട്ടാൻ വഴിയില്ല. അപ്പോൾ ട്രക്കിന് പുറത്ത് ഒരു ഡ്രൈവറിനും എത്ര ശക്തിശാലിയായാലും ട്രക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. ട്രക്ക് പുറത്തെടുക്കണമെങ്കിൽ അതിന്റെ വിധികൾ നമ്മൾ ഇറക്കണം. ദാറ്റ് ഈസ് കോൾഡ് എസ് പ്ലാൻ B. അപ്പോൾ പ്ലാൻ B-യിൽ വി ഹാവ് ടു ഗെറ്റ് ഹോൾഡ് ഓഫ് കറക്റ്റ് എക്വിപ്മെന്റ്, കറക്റ്റ് കൈൻഡ് ഓഫ് ഫ്ലോട്ട്. അത് പ്ലാൻ ചെയ്തിട്ട് ദാറ്റ് ഈസ് വാട്ട് ഐ പോസ്റ്റഡ്. എൻ്റെ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ഓൾസോ പോസ്റ്റഡ് 2 methods by which this can be done. One method is you can bring some equipment called as Jangar ferry. ആ ജാങ്കർ ഫെറിയിൽ നമുക്ക് നന്നായിട്ട് നല്ല എക്സ്കവേറ്റർ JCB ലോഡ് ചെയ്തിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് യു ക്യാൻ റിമൂവ് ദ ട്രക്ക്. സെക്കൻഡ് മെത്തേഡ് ഈസ് ദർ ഈസ് എ ന്യൂ എക്വിപ്മെന്റ്, അതിന്റെ പേരാണ് ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ. അത് ഞാനിപ്പോൾ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. വാട്ടർ മാസ്റ്റർ കമ്പനിയുടെ പേരാണ്. ദിറ്റ് ഇസ് മെയ്ഡ് ഇൻ അയർലാൻഡ്. ഇത് ഇറ്റ് ഫ്ലോട്ട്സ് ബൈ ഇറ്റ് സെൽഫ്, തന്നെ താൻ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു എക്സ്കവേറ്ററാണ് വിത്ത് ലോങ് ആം. അതിന് വെള്ളത്തില് 12 feet 13 meter ഡീപ്പ് വെള്ളം 15 meter ഡീപ്പ് വെള്ളം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പറ്റും, വെള്ളത്തില് ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. തന്നെ താൻ വന്നിട്ട് അതിന്റെ ആം തന്നെ ഇറ്റ് ഇസ് ഡിസൈൻഡ് ഫോർ റിക്കവറി ഓഫ് അണ്ടർഗ്രൗണ്ട് ബറീഡ് ഓബ്ജക്ട്സ് ആൻഡ് സബ്മേഴ്സ്ഡ് ഓബ്ജക്ട്സ്. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ ഒരു സൊല്യൂഷനായി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ നമുക്ക് നമ്മുടെ ഫ്ലോട്ടിംഗ് എക്സ്കവേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ബൂം എക്സ്കവേറ്റർ അവിടെ കണ്ടിരുന്നു. അതുപയോഗിച്ചാണ് ആ നദിക്കരയിലെ മണ്ണ് നീക്കിക്കൊണ്ടിരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് എവിടെയാണ് ലഭ്യമാവുക? ഇതിന്റെ പേരാണ് എക്സ്കവേറ്റർ ഡ്രെഡ്ജർ. ഈ ഡ്രെഡ്ജർ പറയുന്ന ഐറ്റം വെള്ളത്തിൽ നിന്ന് മണ്ണെടുക്കാനായിട്ടാണ്. നമ്മൾ പോർട്സിൽ മണ്ണെടുത്തിട്ട് ആ പോർട്സിന് ഷിപ്പിന് ഡ്രാഫ്റ്റ് ഉണ്ടാവും. 10 meter 20 meter 30 meter 50 meter ഫീറ്റ് വരെ ഷിപ്സ് ഒക്കെ ഉണ്ട്. ആ ഷിപ്പിന് ഡ്രാഫ്റ്റ് ക്ലിയർ ആയിട്ട് വേണം. അതിനായിട്ടാണ് ഈ ഡ്രെഡ്ജർ ഉപയോഗിച്ചിട്ട് വെള്ളത്തിന് ക്ലിയർ ആക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഒരു ഡ്രെഡ്ജർ ഉണ്ട്. അത് നോർമലി ഡ്രെഡ്ജർ ഈസ് നോട്ട് എ ഫ്ലോട്ടിംഗ് ഡ്രെഡ്ജർ. പക്ഷെ ഈ സ്പെഷ്യൽ ഡ്രെഡ്ജർ നമ്മുടെ കൊച്ചി പോർട്ട് ട്രസ്റ്റിലും ഉണ്ടാവണം, ഡെഫിനറ്റ് ഉണ്ടാവണം. കാരണം അവിടെ ഒരുപാട് ഷിപ്സ് വരും. ചെന്നൈയിൽ ഡെഫിനറ്റ്ലി ഉണ്ട്, ഗുജറാത്തിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, കൊച്ചിയിലുണ്ടാവണം. ഞാൻ അതിന്റെ ഫോട്ടോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോൾഡ് ആസ് എക്സ്കവേറ്റർ ഡ്രെഡ്ജർ @water master. ഐ ഹാവ് ഷെയർഡ് വിത്ത് നിഖിൽ ഓൾസോ. സോ ഈ ഡ്രെഡ്ജർ ഉപയോഗിച്ചാൽ ദിസ് ക്യാൻ ബൈ ഇറ്റ്സെൽഫ് ഇതിനെ തന്നെത്താൻ വെള്ളത്തോട് ഇറ്റ് ക്യാൻ കം ഇൻ സൈഡ് നമ്മുടെ സീ സൈഡിൽ നിന്ന് റിവർ കയറിയിട്ട് ഇതിനെ ഈസി ആയിട്ട് 8-9 നോട്ട്സ് കറണ്ട് ഒക്കെ എടുക്കാൻ പറ്റും. ഇത് വന്നാൽ നമുക്ക് എളുപ്പനെ യു ക്യാൻ ടേക്ക് ഔട്ട് ദ ട്രക്ക് വിത്തൗട്ട് എനി ഡേഞ്ചർ, വിത്തൗട്ട് എനി റിസ്ക് ആൻഡ് പ്രോപ്പർ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിട്ട് ഇവർ ആൾറെഡി ഇതിന് ട്രെയിൻഡ് ആണ് ഈ പാർട്ടി. പക്ഷേ ഇത് എവിടെ കിടക്കും? പോസിബിളി ഇത് കെട്ടാൻ ചിലപ്പോൾ കൊച്ചിയിൽ ഉണ്ടാവാൻ 100% ചാൻസ് ഉണ്ട്. അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും അറിയിക്കുക. അത് വന്നാൽ ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. അല്ലെങ്കിൽ സപ്പോസിങ് ഇത് ഇല്ലെങ്കിൽ ജാങ്കർ പറഞ്ഞിട്ട് വേറെ ഒരു ഐറ്റം ഉണ്ട്, കോൾഡ് ഫെറി. ആ ഫെറി കൊണ്ടുവരാൻ പറ്റും. ആൻഡ് അത് ബേപ്പൽ ഇതിൽ അതും അവൈലബിൾ ആണ്.
ബൈക്കൽ പോർട്ടില്. സാർ ഇതിൽ ഈ വലിയ ഡ്രഡ്ജർ എന്ന് അദ്ദേഹം താങ്കൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം മണ്ണ് അവിടെ നിന്ന് നീക്കാൻ സാധിക്കും, അതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ? അത് ഞാൻ അയച്ച ഫോട്ടോ നിങ്ങൾ അതിൽ ഇട്ടാല് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഫോട്ടോ ഉണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ട്വിറ്റർ പോസ്റ്റിൽ. ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യുവർ കറസ്പോണ്ടന്റ്. അതിന് ഇട്ടാല് അവർ വ്യൂവേഴ്സ് തന്നെ മനസ്സിലാവും വാട്ട് ഐ എം ടോക്കിംഗ്. അതിന് ഓൾമോസ്റ്റ് 20 മീറ്റർ ഡീപ്പ് പോവാനായിട്ട് കൈയുണ്ട്. ആൻഡ് ലോങ് ആം. ആ ലോങ് ആം ഡിസൈൻ എന്തിനാണ് റിക്കവറിക്കും ഡ്രജറിനും വേണ്ടി അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് മെന്റ് ഫോർ സച്ച് ജോബ്സ്. അപ്പോൾ അത് മണ്ണൊക്കെ നന്നായി മാറ്റിയിട്ട് ആ ട്രക്കിനെ പൊക്കി മേലെ കൊണ്ടുവരാണ്ട് അതിന് തന്നെത്താൻ ശക്തി ഉണ്ട്. വേറെ ഒരു ഐറ്റം വേണ്ട, ഓരോ ആളും വേണ്ട. ഈ ഓപ്പറേറ്ററും ഇതിന് ടീം വേണ്ട തന്നെത്താൻ ചെയ്തോളൂ. സാർ ആ ഫോട്ടോ ഈ നമ്മള് അവിടെ 2 ലോങ് ആം കാണില്ല ഓൾറെഡി വർക്ക് ചെയ്യുന്നത്. MLA അവിടെ കൊണ്ടുവരുത്തി കുറെ ലോങ് ആംസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, ആ സൈറ്റില്. സോ സെയിം ലോങ് ആമിനെ ഇമാജിൻ ചെയ്യും. അതിനെ നമ്മൾ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ഫ്ലോട്ടിംഗ് പോണ്ടൂണിൽ ഫിറ്റ് ചെയ്ത ഐറ്റമാണ് വിചാരിക്കും. ആ ഫ്ലോട്ടിംഗ് പോണ്ടൂണിൽ ഫ്ലോട്ട് ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അപ്പോൾ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അതിന്റെ ബാലൻസ്, സ്റ്റെബിലിറ്റി, എഞ്ചിനീയറിംഗ്, ഫ്ലോട്ടേഷൻ എല്ലാം അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ജോലിക്ക്, ഈ പണിക്ക് വേണ്ടിയിട്ട്. അത് വന്നാൽ ഈ പ്രോബ്ലം മൊത്തം സോൾവ്. സാർ അങ്ങനെ ഒരു എക്യുപ്മെന്റ്, ഒരു മെഷീൻ അവിടെ എത്തിക്കുകയാണെങ്കിൽ എത്രത്തോളം കാര്യക്ഷമമായി, എത്രത്തോളം വേഗത്തിൽ ഇത് പൂർത്തിയാക്കാനാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? അവിടെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് എ ഡേ ദേ വിൽ നോട്ട് ഓൺലി സെർച്ച് 1 പോയിന്റ്, അവർ 4 പോയിന്റും എടുത്തു തരും. 4 പോയിന്റുകൾ ഒരേ സമയത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത്ര പവർ ഉണ്ട് അതിന്. ഒരു എക്വിപ്മെന്റ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് നീഡ് മോർ ദാൻ 1 hour, മാക്സിമം 2 hours. ഇപ്പോൾ 1 day ഡിപ്ലോയ് ചെയ്താൽ 4ഉം കണ്ടുപിടിച്ച് തരാൻ പറ്റും. ഏതിലാണ് ട്രക്ക് വളരെ പ്രധാനപ്പെട്ട കണ്ടുപിടിച്ച് മാത്രമല്ല പൊക്കിത്തരും. ഫസ്റ്റ് കണ്ടുപിടിക്കും, ചിലപ്പോ 4th സ്റ്റാർട്ട് ചെയ്യണേ. ഉറപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും എന്താണ് 4th തന്നെ ഉണ്ടെന്ന്. ബൈ ചാൻസ് ഒരു 10% ചാൻസ് 4th ഇല്ല വിചാരിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് സെക്കൻഡിൽ പോകും. അവിടെ മണ്ണിളക്കി നോക്കും, അവിടെ ഉണ്ടോ ട്രക്ക് പെട്ടെന്ന് പോകും. അല്ലെങ്കിൽ അതിന് സെക്കൻഡിൽ പോകാൻ പറ്റും, 3rd പോയിട്ട് 1ലും പോകാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പോയി മണ്ണ് മാറ്റിയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതിൽ ട്രക്ക് ഉണ്ടോ ഇല്ലോ. നോ ഡൈവർ, നത്തിങ് ഇസ് റിക്വയർഡ്. സാർ ആ എക്യുപ്മെന്റിന്റെ പേര് ഒന്നുകൂടി ഒന്ന് പറയാമോ കൃത്യമായി? അതിന് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ട്വിറ്ററിൽ, യു നോട്ട് സീൻ ദാറ്റ് അല്ലേ? അതിന്റെ പേരാണ് എക്സ്കവേറ്റർ ഡ്രജർ. ഓക്കെ, താങ്ക് യു സാർ. മേജർ പറയൂ സാർ. വാട്ടർ മാസ്റ്റർ ആണ് അതിന് പറയുന്നത്. ജനറലി നോൺ നെയിം അതാണ് വാട്ടർ മാസ്റ്റർ. ബട്ട് ഇതിന്റെ ശരിയായ എഞ്ചിനീയറിംഗ് നെയിമാണ് എക്സ്കവേറ്റർ ഡ്രജർ. ഓക്കെ, താങ്ക് യു. റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലിനാണ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു എക്സ്കവേറ്റർ ഡ്രഡ്ജർ എന്ന് പറയുന്ന വലിയ കൈകളോട് കൂടിയിട്ടുള്ള വലിയ ശേഷിയുള്ള ഒരു മെഷീൻ എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഈ തെരച്ചിലിന് ഉപകാരപ്രദമാകും. ആ മൺകൂനകൾ വലിയ രീതിയിൽ മാറ്റാനാകും എന്നുള്ള വിവരമാണ് ഈ മേഖലയിൽ ഉൾപ്പെടെ വൈദഗ്ധ്യം നേടിയിട്ടുള്ള റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലൻ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. മുബഷീർ P. അക്ബർ നമുക്ക്